സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഇനി ചൈനയും റഷ്യയും മതി എന്ന് ഇന്ത്യ തീരുമാനിച്ചോ? അങ്ങനെ തീരുമാനിച്ചാൽ ട്രംപ് തീരുമോ? ഇന്ത്യ പഠിക്കുമോ? കാലം പറഞ്ഞു തരും. ഒരു വ്യാപാര തർക്കത്തിൻ്റെ കെടുതിയിൽ നിന്നുള്ള രക്ഷയെ കരുതി ഇന്ത്യക്ക് തലചാരാവുന്ന കൈമടക്കാണോ ചൈന? ചൈനയുടെ ഇന്ത്യ സ്നേഹത്തെ എന്നെങ്കിലും വിശ്വസിക്കാനാകുമോ? അതും കാലം പറഞ്ഞു തരും. ലോക രാഷ്ട്രീയ യുദ്ധത്തിൽ പങ്കാളിയായിട്ടില്ലാത്ത ഇന്ത്യയെ വ്യാപാര കെടുതിയുടെ പേരിൽ ഗോദയിലേക്ക് വലിച്ചഴിക്കുന്ന പുത്തൻ സഖികളുടെ ലക്ഷ്യം മുന്നേ കരുതിയിരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യം. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ലോകശക്തിയാക്കി വാഴിക്കാനാണെന്ന് സ്വപ്നത്തിലെങ്കിലും ഇന്ത്യൻ ഭരണകർത്താക്കൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ പ്രചാരണത്തിൽ മോദി വീഴുമെന്ന ധാരണയുമില്ല ഇതുവരെ. വീണു കിട്ടുന്ന പരിവേഷം രാജ്യത്തിനു വേണ്ടി മുതലെടുക്കുന്നതിനപ്പുറം ഇന്ത്യ സൂപ്പർ ശക്തിയായെന്ന് വിശ്വസിക്കുവാനുള്ള ഭോഷത്വം മോദിക്കുണ്ടെന്നും കരുതേണ്ട. 140 കോടി പേരുടെ സമ്പദ് വ്യവസ്ഥ ബൃഹത്താണ്. പക്ഷേ ലോകത്തിൻ്റെ മുൻപിൽ മേൽക്കോയ്മ ലഭിക്കാൻ ഒരു രാജ്യം ഒരുപാട് സഞ്ചരിക്കണം. എന്തായാലും ഇന്ത്യയെ ഇപ്പോഴത്തെ സഖ്യം തേടലിൽ എത്തിച്ചത് ട്രംപിൻ്റെ നടപടിയാണ്. മാധ്യമങ്ങളുടെ വൈകാരിക പ്രസ്താവങ്ങളും പ്രചരണങ്ങളുമല്ല ഇക്കാര്യത്തിൽ മാനദണ്ഡമെങ്കിലും ട്രംപിൻ്റെ ശാഠ്യത്തെ അത് കടന്ന അഹംബോധമെങ്കിൽ അതിന് പഴിക്കാതെ വയ്യ. ട്രംപ് കോമാളിയല്ല, ഭോഷനുമല്ല, സ്വയം പ്രേരിതമായി സംസാരിക്കുന്നവൻ, കാര്യങ്ങൾ തൻ്റേതു മാത്രമായ വഴിയിലൂടെ നടത്തുന്നവൻ. ട്രംപിൻ്റെ കാർക്കശ്യവും നടപടിയും ആവശ്യമായ ചില വിഷയങ്ങൾ ലോകം തിരിച്ചറിഞ്ഞതാണ്. അവയുടെ കാര്യത്തിൽ ട്രംപ് ഇളക്കമില്ലാതെ നിലകൊണ്ടത് ലോകം മറക്കുന്നില്ല. മറന്നാലും ട്രംപ് ചെയ്തവ അമേരിക്കൻ സമൂഹത്തിലെ അബദ്ധസഞ്ചാരത്തെ ചോദ്യം ചെയ്യാനും ലോകത്തിൻ്റെ തന്നെ സ്വസ്ഥതയ്ക്കും ആവശ്യമായിരുന്നു എന്നതിനെ തിരുത്തില്ല. പ്രത്യേകിച്ച് മതാധിപത്യവാദികളുടെ അധിനിവേശ ഭീഷണിയെ നേരിടുക എന്നത്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ട്രംപിന് പിഴച്ചു. ഇന്ത്യക്ക് പിഴചുങ്കം ഏർപ്പെടുത്തി എന്നതിലല്ല പിശക്, രണ്ടു വിധത്തിൽ ഈ വിഷയം വഷളാക്കിയതിൽ. ഒന്ന്, ഈ നീക്കം വ്യാപാര ബന്ധ നടപടിയേക്കാൾ ഇന്ത്യയോടുള്ള ചതിയും ദ്രോഹവും എന്തോ പ്രതികാരവും എന്ന വിധത്തിലായി. ഇന്ത്യയെ ഏറ്റവും അനഭിമത രാജ്യമായി കണക്കാക്കുന്നത് പോലുള്ള ദ്രോഹമാണ് കനത്ത നിരക്കിലുള്ള എതിർചുങ്കം, ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന നടപടി. ഇന്ത്യക്ക് മാന്യത നിഷേധിക്കുകയോ ഇന്ത്യയെ തള്ളുകയോ ചെയ്തതുപോലെ. രണ്ട്, ഇതൊരു ബഹുരാഷ്ട്ര വൈകാരിക യുദ്ധത്തിൻ്റെയും വെല്ലുവിളികളുടെയും വിഷയം പോലെയാക്കി. ഇന്ത്യക്കാരുടെ അഭിമാനത്തെയും രാഷ്ട്രത്തിൻ്റെ പരമാധികാര നിലയെയും സാമ്പത്തിക ഭദ്രതയെയും ചോദ്യം ചെയ്യുന്നു എന്ന ക്ഷതമാണ് ട്രംപ് വരുത്തിവെച്ചത്. അതിന് കാരണം 140 കോടി പേരുണ്ടായതുകൊണ്ടോ മോദിയുടെ പ്രകടനം കൊണ്ടോ ഇന്ത്യ തങ്ങൾക്ക് ഒപ്പമാകില്ലെന്നും അമേരിക്കയുടെയും സർവോന്മുഖ നായകത്വത്തെ വെല്ലാൻ ഇന്ത്യക്കോ മറ്റാർക്കെങ്കിലുമോ കഴിയില്ലെന്നുമുള്ള ഭാവം, അതാണ് ട്രംപിനെ നയിക്കുന്നതെന്ന് തോന്നുന്നു. 2 നൂറ്റാണ്ട് കൊണ്ട് അമേരിക്ക നേടിയെടുത്ത ബഹുമുഖ മുന്നേറ്റത്തിൻ്റെയും അതു നിമിത്തമുള്ള മേൽക്കോയ്മ ഭാവത്തിൻ്റെയും ഫലം. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടേത് നിർജീവ സമ്പദ് വ്യവസ്ഥയെന്ന് ആക്ഷേപിക്കുവാൻ ട്രംപ് മുതിർന്നത്. ഇതൊരു യുദ്ധമായി മാറിയിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ട്രംപ് തന്നെ. അതിൽ വിജയം ആർക്കെന്നത് സംബന്ധിച്ച അവകാശവാദത്തിനൊന്നും തൽക്കാലം പ്രസക്തിയില്ല. ക്ഷതം രണ്ടു കക്ഷിക്കും നേരിടേണ്ടി വന്നേക്കാം. ഇന്ത്യക്ക് തൽക്കാലം ഏറെ ബുദ്ധിമുട്ടുണ്ടാകും, രാഷ്ട്രത്തിനും വ്യക്തികൾക്കും. പ്രത്യേകിച്ച് കൂടുതൽ തീരുവപ്പൂട്ടുകൾ ഇന്ത്യക്കെതിരെ വരുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്തിരിക്കുമ്പോൾ. ഇപ്പോൾ ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നു ട്രംപിന് ചിലർ കൽപ്പിച്ചു കൊടുത്ത പരിഹാസ വിമർശം ശരിയായെങ്കിലെന്ന്. ടാക്കോ എന്ന ആൾപരിഹാസം. ടാക്കോ എന്നത് ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന ഇംഗ്ലീഷ് വാക്യത്തിൻ്റെ ആദ്യാക്ഷര ചുരുക്കം. പ്രഖ്യാപിച്ച കാര്യം പിന്നീട് പേടിച്ച് ശങ്കിച്ചും നടപ്പാക്കാതെ പിൻവാങ്ങുന്നു എന്ന് പരാമർശിക്കുന്ന
ചുരുക്കെഴുത്ത്. കടുപ്പത്തിൽ പ്രഖ്യാപിക്കുകയും പിന്നീട് പിൻവാങ്ങുകയും ചെയ്യുന്ന ട്രംപിൻ്റെ പതിവ് നിമിത്തം താരിഫ് വിഷയത്തിലാണ് ചാക്കോ ട്രേഡ് എന്നൊരു ചുരുക്കപ്പേര് തന്നെ രൂപപ്പെട്ടത്. അത് കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യക്കെതിരായ പിഴചുങ്കത്തിൻ്റെ കാര്യത്തിലും പിന്നോട്ട് പോക്ക് ഉണ്ടാകട്ടെ എന്ന് ഇന്ത്യക്കാർ ആഗ്രഹിക്കുന്നു. ഏത് അന്യായ ഉപരോധത്തെയും ഇന്ത്യ കാലം കൊണ്ട് മറികടക്കുമെന്നത് മുമ്പേ തന്നെ അമേരിക്കയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മൂല്യത്തിൽ ഏഷ്യക്കാരെക്കാൾ ഉയർന്നവരാണ് തങ്ങളെന്ന നിർലീന പാശ്ചാത്യ ചിന്താഗതി അവരെ വിട്ടു പോയിട്ടില്ലാത്തത് കൊണ്ട് അതൊന്നും ട്രംപ് ഗൗനിക്കുന്നില്ല. ക്രൈസ്തവർ ഏറെ ഉണ്ടായിരുന്നിട്ടും വിട്ടുപോകാത്ത ക്രിസ്തു വിരുദ്ധ മനോഭാവം ഏതു കാരണത്താലായാലും ട്രംപിൽ നിന്ന് ഇന്ത്യ ഇത് പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഏട്ടിലെ ശരികളാണെങ്കിലും പ്രയോഗത്തിൽ അന്യായം തന്നെയാണ്. ഇന്ത്യയുടെ ഉയർന്ന തീരുവയും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങലും, തീരുവയുടെ കാര്യത്തിൽ ഏട്ടിലെ ശരി എന്ന് പറഞ്ഞ് ഇന്ത്യ US വ്യാപാര ശിഷ്ടം തങ്ങൾക്ക് അനുകൂലമോ ഏറ്റവും കുറച്ചു മാത്രം പ്രതികൂലമോ ആക്കി മാറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നതിനെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതുകൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന ഈ കാലയളവിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര ഇടപാടിലെ വ്യാപാര ശിഷ്ടം ഇതുവരെ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അത് ചെറുതല്ലാത്ത ട്രേഡ് ഗ്യാപ്പ് ആണ് താനും. കഴിഞ്ഞ വർഷത്തെ മൊത്തം 21,200 കോടി ഡോളറിൻ്റെ ഇന്ത്യ US പരസ്പര വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് കിട്ടിയതിനേക്കാൾ 4,600 കോടി ഡോളർ അധികം കിട്ടിയത് ഇന്ത്യക്ക് എന്നാണ് ഒരു കണക്ക്. കൃത്യമായ കണക്ക് വ്യക്തമല്ല. 5 വർഷം കൊണ്ട് ഇന്ത്യ US വ്യാപാര ഇടപാട് 50,000 കോടി ഡോളറിൻ്റെതാക്കി വളർത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോഴും ഈ കനത്ത വ്യാപാര വിടവ് ഇന്ത്യക്ക് മാത്രം അനുകൂലമായി തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അത് തങ്ങൾക്ക് അനുകൂലമോ ഏറ്റവും കുറച്ചു മാത്രം പ്രതികൂലമോ ആക്കുക ട്രംപിൻ്റെ ലക്ഷ്യമാണ്. അതിനുള്ള വഴിയാണ് ഇന്ത്യയുടെ തീരുവ കുറപ്പിക്കാൻ ഇന്ത്യക്കെതിരെ തീരുവ കൂട്ടിയത്. പക്ഷേ ഇന്ത്യ കൂടുതൽ തീരുവ ചുമത്തുന്നത് കാർഷിക മേഖല ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മാത്രമാണെന്നും അത് കർഷകരെ കരുതിയാണെന്നും അത് തിരുത്തുകയില്ലെന്നും മോദി പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് അതിൽ ശരി മാത്രമേ കാണാൻ കഴിയൂ. ഇന്ത്യൻ കർഷകരെ കൂടുതൽ തകർക്കുന്ന ഇറക്കുമതി നിർബാധമെന്നോണം അനുവദിക്കാൻ ഇന്ത്യക്ക് സാധ്യമല്ല. പക്ഷേ ട്രംപിൻ്റെ പിഴചുങ്ക നിമിത്തം കിറ്റക്സ് അടക്കം ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായവും മറ്റു ഉൽപ്പന്നങ്ങളും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. ഇന്ത്യയുടെ മൊത്തം വരവിൽ ഇടിവ് സംഭവിക്കാതിരിക്കാൻ മറ്റു വഴികൾ തേടിയാലും കേരളീയരടക്കം നിരവധി പേരെ തിരുവാപോരിൻ്റെ തകർച്ച ബാധിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക എന്നത് മറന്നുകൂടാ. ഒരു പക്ഷേ ഈ തർക്കം ചർച്ചയിൽ തീരുന്നത് ആയിരുന്നിരിക്കാം. എന്നാൽ ചർച്ചയുടെ സാധ്യത തന്നെ നിഷേധിക്കുകയും തകർക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ട്രംപിൻ്റെ പ്രതികരണം. ട്രംപ് കരുത്തനെന്ന് കരുതിയാലും അത് തെറ്റും പിശകുമാണ്. ഇന്ത്യയുടെ താല്പര്യം പരിഗണിക്കാത്ത ഏകപക്ഷീയമായ കാർക്കശ്യം. ഇന്ത്യയുടെ പേരിൽ ട്രംപ് ആരോപിക്കുന്ന വലിയ കുറ്റമാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങൽ. ഇതുവഴി റഷ്യക്ക് വരുമാനമുണ്ടാക്കി കൊടുത്ത് യുദ്ധത്തെ സഹായിക്കുന്ന യന്ത്രൻ എന്ന് ശത്രുതാ മനോഭാവത്തോടെ ട്രംപ് ഇന്ത്യയെ പഴിച്ചു. പിഴ ചേർത്ത് 50% ചുങ്കവും ചുമത്തി. പക്ഷേ ഇപ്പോഴത്തെ കോലാഹലത്തിന് പിന്നിൽ ഇരട്ടത്താപ്പുണ്ടെന്നാണ് ഇന്ത്യൻ പക്ഷം. കാരണം അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി നടത്തുന്നുണ്ട്. ഈ വർഷം അതിൻ്റെ വ്യാപ്തം കുറഞ്ഞെങ്കിലും രാസവളം പോലുള്ള ഇറക്കുമതി അമേരിക്ക നിർത്തിയിട്ടില്ല എന്നതൊരു കാര്യം. റഷ്യ യുക്രൈനെ ആക്രമിച്ച സമയത്ത് റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങാൻ ഇന്ത്യയെ അമേരിക്ക പ്രേരിപ്പിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യം. ആഗോള എണ്ണവില വർധന ഒഴിവാക്കാൻ ഇന്ത്യ ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് റഷ്യൻ ക്രൂഡ് വാങ്ങണമെന്നതായിരുന്നു അമേരിക്കൻ തത്വം. അതിനോട് സഹകരിച്ച ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്ന പ്രമുഖ രാജ്യമായി.
അപ്പോഴും റഷ്യ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് തടയാൻ റഷ്യയുടെ എണ്ണയ്ക്ക് വിലപരിധി ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴായാലും ഇന്ത്യ റഷ്യൻ ക്രൂഡ് വാങ്ങാതിരുന്നാൽ എണ്ണവില ലോകത്ത് കുതിച്ചുയരുമെന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ വാങ്ങൽ മറ്റു പല രാജ്യങ്ങൾക്ക് കൂടി സഹായകവുമാണ്. പക്ഷേ പ്രൈസ് ക്യാപ്പിലൂടെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ക്രൂഡ് ഇന്ത്യ പുറം വിപണിയിൽ വിറ്റ് ലാഭമുണ്ടാക്കുന്നു എന്ന ആരോപണം കൂടി ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് മറിച്ചൊരു തത്വം തോന്നി എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ദോഷകരമാകുന്ന വിധം റഷ്യൻ ക്രൂഡ് വേണ്ടെന്ന് വെക്കാൻ ട്രംപ് പറയുന്നത്. അത് ഇന്ത്യക്ക് സ്വീകാര്യമാകില്ല. ആകാത്തത് അനാവശ്യമായി പക്ഷം ചേർന്നത് കൊണ്ടോ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടോ അല്ല. 140 കോടി പേരുടെ താല്പര്യം രാഷ്ട്രത്തിന് സംരക്ഷിക്കണം. ആ നിലയ്ക്ക് റഷ്യൻ ക്രൂഡിന്റെ പേര് പറഞ്ഞ് ഇന്ത്യയെ ശത്രുരാജ്യം പോലെ കനത്ത പിഴ ചുങ്കത്തിന് ഇരാക്കിയാൽ വേറെ വഴി തേടാൻ ഇന്ത്യ നിർബന്ധിതമാകും. അതിന്റെ ഫലം ഗുണകരമോ ദോഷകരമോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. ഉത്തരവാദി ട്രംപ് ആണെന്നത് വസ്തുതയും. പക്ഷെ മറ്റൊരു കാര്യം, പഴയ സോവിയറ്റ് യൂണിയന്റെ തുടർച്ച എന്ന നിലയിൽ റഷ്യയും റഷ്യ ബന്ധവും ഇന്ത്യക്ക് വലുതാണെങ്കിലും യുക്രൈനെ കടന്നാക്രമിച്ച സാമ്രാജ്യ വികസന മോഹിയായ പുത്തൻ സാർ ചക്രവർത്തിയാകാൻ ശ്രമിക്കുന്ന ഏകാധിപത്യ പ്രവണതയുള്ള പുടിനും പുടിന്റെ റഷ്യയും ചെയ്യുന്നതിനെ നീതീകരിക്കുവാൻ കഴിയില്ല. റഷ്യയുടെ പക്കലുള്ള ആണവായുധ ശേഖരത്തിന്റെ സിംഹഭാഗവും സോവിയറ്റ് ശിഥിലീകരണ സമയത്ത് യുക്രൈന്റെ കൈവശത്തിലായിരുന്നു എന്നത് ചരിത്രം. അമേരിക്ക ഉൾപ്പെട്ട ലോകശക്തികളുടെ സമ്മർദ്ദത്തിലും ഇടപെടലിലുമാണ് അവ റഷ്യക്ക് കൈമാറിയത്. അവ വെച്ചാണ് റഷ്യ ഇപ്പോൾ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നോർക്കണം. സോവിയറ്റ് റഷ്യയുടെ വിശപ്പ് മാറ്റാൻ കഠിനമായി ചൂഷണം ചെയ്യപ്പെടുകയും ആണവായുധങ്ങളെല്ലാം കൈമാറുകയും ചെയ്ത യുക്രൈനെ ദ്രോഹിച്ച് റഷ്യ നടത്തുന്ന യുദ്ധത്തെ അമേരിക്ക എതിർക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ക്രൂഡ് ഇറക്കുമതി യുദ്ധസഹായമെന്ന് ഇപ്പോൾ സൗകര്യപൂർവ്വം അമേരിക്കയ്ക്ക് തോന്നുന്നതിൽ ഇരട്ടത്താപ്പുണ്ട്. ട്രംപ് പറഞ്ഞാൽ ഉടനെ അനുസരിക്കാനുള്ള വിധേയത്വം ഇന്ത്യക്ക് ആവശ്യമില്ലല്ലോ. ഒരിക്കൽ റഷ്യയെ വിരട്ടി വളഞ്ഞ വഴിയിലൂടെ ഇന്ത്യക്ക് അതിശീത റോക്കറ്റ് വിദ്യ തടഞ്ഞ അമേരിക്ക ചന്ദ്രനിൽ വാഹനമിറക്കുകയും അതിശക്തവും ലക്ഷ്യവേദികളുമായ ആധുനിക മിസൈലുകൾ നിർമ്മിക്കുകയും ചെയ്ത ഇന്ത്യയുടെ വളർച്ച കാണുന്നുമുണ്ടല്ലോ. ഇതെല്ലാം ഇന്ത്യ തനിയെ സാധിച്ചതല്ലെന്ന് സമ്മതിക്കാം. ഇപ്പോഴും വിക്ഷേപണത്തിന് അമേരിക്കനിടവും സഹായവും ശാസ്ത്ര സാങ്കേതിക വിദ്യ സഹായവും ഇന്ത്യ തേടുന്നുമുണ്ട്. ഇക്കാരണത്തിലൊക്കെ അമേരിക്കയുടെ മേൽക്കോയ്മ വസ്തുത തന്നെ. എങ്കിലും ഇന്ത്യൻ മാനവശേഷിയും സഹകരണവും സഹായവും അമേരിക്കയ്ക്കും ആവശ്യമായിട്ടുണ്ട്, ലഭിച്ചിട്ടുമുണ്ട്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയും ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം അമേരിക്കയും എന്ന വിശേഷണത്തോടെ ലോകത്ത് തലയുയർത്തി നിന്നവയാണ് ഈ രണ്ട് രാജ്യങ്ങളും. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേൽക്കോയ്മയെ അമേരിക്ക ഭയക്കുന്നുണ്ടാകാം. ജനസംഖ്യയിൽ ചൈനയെ മറികടക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യ ശക്തിയെ, ലോകത്തെ ഏറ്റവും വലിയ മാനവശേഷി ഭവനം എന്ന നിലയ്ക്കുള്ള മേൽക്കോയ്മയെ, ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗതിയും സൈനിക ശേഷി വർധനയും സാമ്പത്തിക വളർച്ചയും വലിയ ജനാധിപത്യ രാജ്യം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ നയിക്കുമെന്ന ആശങ്ക അമേരിക്കയ്ക്കും ഉണ്ടാകാം. ഇന്ത്യ എന്ന വിപുല വിപണിയുടെ മേൽ വലിയ മോഹക്കണ്ണുണ്ടാകാം. ഇതിനപ്പുറം തൻ്റെ വ്യക്തിപരമായ മഹത്വാകാംക്ഷയ്ക്ക് നോബൽ പുരസ്കാര ജേതാവാകാനുള്ള ഗതിയിൽ ഇന്ത്യ തടസ്സമായി എന്ന കലിപ്പ് ട്രംപിനുമുണ്ടാകാം. അമേരിക്കയുടെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് പഴയ മഹത്വത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യവും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഉള്ളിൽ വെച്ച് സ്കൂൾ ബുള്ളിയെ പോലെ ഇന്ത്യയെ ഇരുത്താൻ ട്രംപ് ശ്രമിക്കുന്നത് ആശ്വാസ്യമല്ല. ചെയ്യേണ്ടുന്ന നല്ല കാര്യങ്ങൾ തുടർന്നും ചെയ്ത നല്ല കാര്യങ്ങളിൽ ഉറച്ചുനിന്ന് ട്രംപ് വ്യക്തിപരമായും അമേരിക്ക രാഷ്ട്രപരമായും ലോകത്തിന് ഗുണകാരിയായി തുടരാൻ ശ്രമിക്കുകയാണ് ആവശ്യം. ലോകക്രമം ഒരു ശക്തിയെയും എന്നേക്കും ഉയർത്തി നിർത്തുന്നില്ല. മാറ്റം അമേരിക്കയെ മാത്രം തൊടുകയില്ലെന്ന് കരുതേണ്ട.
റോമാ സാമ്രാജ്യവും ബ്രിട്ടീഷ് സാമ്രാജ്യവും ഒക്കെ മാറിപ്പോയിടത്താണ് അമേരിക്ക നിലനിന്നത്. അമേരിക്കയുടെ ധാർമ്മിക ശക്തി ചോർത്തുന്ന പ്രവണതകൾക്കെതിരെ സുവിശേഷകർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന സൂപ്പർ ശക്തി ആയി കഴിഞ്ഞു ഇന്ത്യ എന്ന മട്ടിലുള്ള യൂട്യൂബ് ബഡായികളിലൊന്നും വകതിരിവുള്ള ഇന്ത്യക്കാർ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾക്കിടയിലെ സാമൂഹിക വിഭജനം ഇല്ലാതാക്കുവാനും എല്ലാ വിഭാഗങ്ങൾക്കും ക്ഷേമ ജീവിതം ഉറപ്പാക്കാനും ഇനിയും ഒരുപാട് മൈലുകൾ സഞ്ചരിക്കുവാനുള്ള ഇന്ത്യയെക്കുറിച്ച് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത അവകാശവാദങ്ങൾ പറയുന്നത് ദേശസ്നേഹം കൊണ്ടൊന്നുമല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കാം. സമ്പദ് വ്യവസ്ഥ വലുതായതുകൊണ്ടോ നേതാക്കളുടെ വാചാപ്രകടനം കൊണ്ടോ മാത്രം ഇന്ത്യ ക്ഷേമരാജ്യമാകില്ല. അസമത്വം കുറഞ്ഞു വരികയും ഡിജിറ്റൽ ഡിവൈഡ് എന്ന വെല്ലുവിളി നീങ്ങുകയും ചെയ്യണം. അത് സംഭവിക്കുമ്പോഴേ സൂപ്പർ പവർ സങ്കല്പത്തിന് പ്രസക്തിയുള്ളൂ. ഇഷ്ടമില്ലാത്തയാൾ തൊട്ടതെല്ലാം കുറ്റം എന്ന മട്ടിലാണ് ക്രൈസ്തവർക്കെതിരെ ചില വർഗീയ ബോധിക്കാർ ഇപ്പോൾ വ്യാപക പ്രചാരണം നടത്തുന്നത്. ഇടത്തും വലത്തും മുമ്പിലും പുറകിലും മുകളിലും താഴെയും ചുറ്റിനുമെല്ലാം ക്രൈസ്തവ മതമാറ്റ ലോബി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് ധർമ്മസ്ഥലയിലെ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നത് പോലും ക്രിസ്ത്യൻ മതപരിവർത്തന ലോബിയുടെ ഗൂഢവൃത്തിയാണത്രേ. ഇങ്ങനൊരു ലോബിയോ? ഇത് പ്രബുദ്ധ മലയാളത്തിലെ യൂട്യൂബ് അവതാരകൻ പോലും വലിയ കണ്ടുപിടുത്തമായി പറയുന്ന കാര്യം. 2019 പൊള്ളാച്ചിയിൽ പുറത്തു വന്ന 200-ലേറെ പെൺകുട്ടികളും സ്ത്രീകളും മാനഭംഗം ചെയ്യപ്പെട്ട കേസും ഇത്തരത്തിൽ ക്രൈസ്തവ ലോബി കെട്ടിച്ചമച്ചതെന്ന് ഇക്കൂട്ടർ പറയുമോ? ആ കാലയളവിൽ സമീപ പ്രദേശത്ത് ജീവനൊടുക്കിയ പെൺകുട്ടികൾ ഈ കാബാലികരുടെ ഇരകളായവരാണെന്ന ആരോപണവും കേസന്വേഷണവും എവിടം വരെ എത്തി? കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതര മതസ്ഥർക്കോ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കോ കാര്യമായ ഇടമില്ലാത്ത ദേശങ്ങളിലെ ഇത്തരം കൂട്ടപാതകങ്ങൾ വെളിച്ചത്ത് പോലും വരാത്തത് എന്തുകൊണ്ട്? ക്രൈസ്തവ മിഷണറിമാർ വന്നില്ലായിരുന്നെങ്കിൽ ജനങ്ങളിൽ ഏറെ പേരും പ്രാകൃത ജീവിതം നയിക്കുമായിരുന്നു എന്ന് പറഞ്ഞ പുരോഹിതനെ ആക്ഷേപിച്ച അവതാരകൻ എന്ത് ചരിത്രജ്ഞാനമാണ് അവലംബിച്ചത്? ഒരു സംശയവും വേണ്ട, ഇന്നും ജനങ്ങളിൽ നല്ലൊരു പങ്ക് ആ പുരോഹിതൻ പറഞ്ഞ അവസ്ഥയിൽ തന്നെ കഴിയുമായിരുന്നു. ബ്രിട്ടീഷുകാർ നിമിത്തവും ഇന്ത്യക്കാരുടെ വിദേശ യാത്ര നിമിത്തവും വിദേശത്തെക്കുറിച്ചുള്ള അറിവ് വഴിയും പ്രബുദ്ധത ലഭിച്ചല്ലാതെ ഇന്നാട്ടിലെ വേദമേൽക്കോയ്മ ഇന്ത്യൻ സമൂഹത്തിലെ അധസ്ഥിതർക്ക് തലയുയർത്തി നിൽക്കാൻ ബോധം നൽകിയിട്ടില്ല. അതിൻ്റെ വക്താക്കൾ ക്രൈസ്തവരെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ വിദ്വേഷം മാത്രമല്ല ഉള്ളത്. സത്യത്തിൽ ഇത് പലരുടെയും ഫോബിയ തന്നെയാണ്. നിർബന്ധിത മതം മാറ്റൽ ഫോബിയ, ഇല്ലാത്തതിനെ കുറിച്ചുള്ള ഭയം. ഛത്തീസ്ഗഡ് സംഭവം അതിക്രമമെന്ന് ലോകം വിധിച്ചതോടെ പുറത്തെടുത്തിട്ടുള്ള പുതിയ വർഗീയ ആയുധം. ചോരക്കുരിയും തൊട്ട് ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാൻ പറയുന്ന ഉത്തരേന്ത്യൻ വർഗീയവാദികളായ MP-മാരും രാഷ്ട്രീയ നേതാക്കളും രാജ്യത്തെ യഥാർത്ഥ ദൃശ്യമാണ്. അവരുടെ രോഗം കേരളത്തിലും ചിലർക്കുണ്ടോ എന്ന് തോന്നിക്കുന്ന അവസ്ഥ. കുറെ പേരുടെ മതമാറ്റം തങ്ങളുടെ സംസ്കാരത്തെ വിഴുങ്ങുമെന്ന് ആർക്കെങ്കിലും ഭയമുണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ അതിലേറെ കുറെ പേർ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചിട്ടും ജീവിച്ചിട്ടും ഓണവും വിഷുവും മറ്റും ആഘോഷിക്കുന്ന സംസ്കാരത്തിനെ കേരളത്തിൽ എവിടെയാണ് ഹൈന്ദവർക്ക് വിഘ്നമുണ്ടായത്? ക്രൈസ്തവരടക്കം എല്ലാവരും ഓണത്തിന്റെ സാംസ്കാരിക അനുഭവത്തിൽ പങ്കുചേരുന്ന ഈ നാട്ടിൽ അത്തരമൊരു ഭയത്തിന് അടിസ്ഥാനമുണ്ടോ? ക്രൈസ്തവരാകുന്നവർ പൊതുവെ വിശ്വാസവിരുദ്ധമായി മാറുന്ന മറ്റുള്ള മതരീതികൾ ത്യജിക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരുടെ മതരീതികൾ ക്രൈസ്തവർ എപ്പോഴാണ് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്? MT വാസുദേവൻ നായർ മച്ചുനൻ ചന്തുവിനെ കുറിച്ച് വ്യത്യസ്തമായി തിരക്കഥ പറഞ്ഞത് മലയാളികൾ ഗ്രഹിച്ചു. എന്നാൽ അതുപോലെ മഹാബലിയെയോ വാമനനെയോ കുറിച്ച് വ്യത്യസ്ത ഭാഷ്യം കേവലം അക്കാദമികമായി മാത്രം പറഞ്ഞു പോയാലും മതനിന്ദയാക്കി കേസിൽ കുടുക്കുന്നവരുണ്ടെന്നും കേരളം കണ്ടു.
ഭയക്കേണ്ടത് ഏതാനും വർഷം മുമ്പ് അത്തരമൊരു കേസിൽ അധ്യാപികയായ കന്യാസ്ത്രീയെ കുടുക്കിയവരെയോ ക്രൈസ്തവരെയോ. ഇത് ട്രംപിന്റെ പകരച്ചുങ്കവും പിഴച്ചുങ്കവും പോലെ ഛത്തീസ്ഗഡ് അനന്തരം പകരം പഴിക്കലും പ്രതികാര പഴിക്കലും തന്നെയാണ്. അത് ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ നിലപാടല്ലെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത്തരക്കാരുടെ പ്രചാരണങ്ങൾ ഹീനമെങ്കിലും ക്രൈസ്തവരെ പ്രക്ഷുബ്ധരാക്കില്ല. അക്രമത്തിന് കാരണമാകാത്തിടത്തോളം അസത്യപ്രചാരണം നിലച്ചെങ്കിലെന്ന് ആശിക്കുക മാത്രം ചെയ്യും. അവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരട്ടെ എന്നും. ഹമാസിന്റെ കള്ളം മാത്രം വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ ഒരു ചേഞ്ചിന് ക്ഷണിക്കാം. സത്യം കണ്ണു തുറന്ന് കാണാൻ ഒരു ശ്രമമെങ്കിലും നടത്താനുള്ള ക്ഷണം. കൊഴുത്തുരുണ്ട ആ തീവ്രവാദി കരവും എല്ലും തോലുമായി തുരങ്കത്തിൽ കഴിയുന്ന ഇസ്രയേലി ബന്ദി ഏവിയദാർ ഡേവിഡിന്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് സത്യം പറയാൻ മനസ്സില്ലേ? ഗാസയിലെ കുഞ്ഞുങ്ങളും തുരങ്കത്തിൽ കഴിയുന്നവരും ഒരേ ഭക്ഷ്യക്ഷാമം നേരിടുന്നു എന്ന് പ്രചരിപ്പിക്കാൻ, തങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ബന്ദികൾക്കും നൽകുന്നു എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹമാസ് ഭീകരർ നടത്തിയ അഭിനയം അവരറിയാതെ സത്യം വെളിപ്പെടുത്തി. ഹിറ്റ്ലറുടെ പീഡനകാലത്തെ തടവറകളിൽ നരകയാതന അനുഭവിച്ചും ഭക്ഷണം നിഷേധിക്കപ്പെട്ടും അസ്ഥികൂടങ്ങൾ മാത്രമായ യഹൂദരുടെ അവസ്ഥയിലെത്തിയ ഏവിയാദാർ ഡേവിഡ്, ആ ഏവിയാദറിനു നേരെ ഒരു കരം കാനിനുള്ള ഭക്ഷണം നീട്ടുന്ന ചിത്രീകരണമാണ് ലോകത്തെ കബളിപ്പിക്കാൻ ഹമാസ് പുറത്തുവിട്ടത്. കൊഴുത്തുരുണ്ട ആ കരത്തിന് പിന്നിൽ പട്ടിണി അറിഞ്ഞിട്ടില്ലാത്ത ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കും ദുരന്തത്തിനും എറിഞ്ഞു കൊടുത്തിട്ട് സുഖജീവിതം കഴിക്കുന്ന കപടരൂപികളുണ്ടെന്ന് തിരിച്ചറിയാൻ കുട്ടികളുടെ ബുദ്ധിമതി. ഗാസയിലെ കുട്ടികളുടെ ദയനീയ കൃത്രിമ ഫോട്ടോകൾ കണ്ട് കണ്ണീരൊഴുക്കുകയും ഇസ്രായേലിനെ ശപിക്കുകയും ചെയ്യുന്നവർ ഏവിയാദറിന്റെ ആ ചിത്രം കണ്ടിട്ടും ഇതുവരെ മിണ്ടിയിട്ടില്ല. ഗാസയിലെ പട്ടിണിക്കോലമായ ഒരു കുഞ്ഞിൻ്റെയും ഒരു പട്ടിണിയും ബാധിക്കാത്തതെന്ന് തോന്നിക്കുന്ന അമ്മയുടെയും ചിത്രം ഫ്രഞ്ച് ഏജൻസിയുടെ ക്രെഡിറ്റിൽ പ്രമുഖ മലയാള പത്രം പ്രസിദ്ധീകരിച്ചത് ഈ അടുത്ത നാളിൽ. ജനിതക രോഗം ബാധിച്ച കുട്ടികളുടെ ചിത്രം പട്ടിണി കിടക്കുന്നവരുടെ ചിത്രം എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്ന ഹമാസ് കാപ്പട്യത്തെക്കുറിച്ച് ഇസ്രയേൽ പറഞ്ഞത് ശരിയെന്ന് ബോധ്യപ്പെടുത്തുന്ന ചിത്രം. നെഞ്ചെല്ലു തെളിഞ്ഞ കുട്ടിയെയും ഒരു ക്ഷീണവും തട്ടാത്ത അമ്മയെയും കാണുമ്പോൾ കുട്ടിക്ക് കൊടുക്കാതെ അമ്മ ഭക്ഷിക്കുന്നെന്നു വേണമെങ്കിൽ പരിഹാസപൂർവ്വം പറയാൻ തോന്നിക്കുന്ന ചിത്രം. ആ ചിത്രം പ്രസിദ്ധീകരിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ കഴിയുന്ന പത്രം ഏവിയാദർ എന്ന അസ്ഥികൂടത്തെ കണ്ടില്ല. ഏവിയാദറിന് ഫോട്ടോയ്ക്ക് വേണ്ടി കാനിലടച്ച് ഭക്ഷണം നീട്ടുന്ന കൊഴുത്ത കരത്തെ കണ്ടിട്ടില്ല. ഫോട്ടോ എടുത്ത ശേഷം ആ കാൻ തിരിച്ചു വാങ്ങിയോ എന്ന് പോലും സംശയിക്കേണ്ടുന്ന അവസ്ഥയെ കണ്ടിട്ടില്ല. ബന്ദികളെ സപ്രപഞ്ചത്തിൽ താലോലിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ കാരുണ്യത്തിൻ്റെ മഹാവിശേഷം പലവുരു വിളമ്പിയ മലയാളത്തിലെ മതമാധ്യമത്തിന് ഹമാസിന്റെ കാപട്യം വെളിപ്പെട്ടത് മനസ്സിലായോ എന്തോ? ഹമാസിന്റെ കപടപക്ഷത്ത് നിൽക്കുവാൻ പ്രതിജ്ഞയെടുത്തവർക്ക് എങ്ങനെ യാദൃശ്ചികമായി മാത്രം വെളിപ്പെടുന്ന സത്യം അംഗീകരിക്കാൻ കഴിയും? മനസാക്ഷി കപടപക്ഷത്തിന് പണയത്തിന് വെച്ചവർക്കും എങ്ങനെ സത്യം തിരിച്ചറിയുവാനും അത് മൃദുവായെങ്കിലും ഉച്ചരിക്കാനും കഴിയും? ഇസ്രയേലിനെതിരെ 2 വർഷമായി ഹമാസ് മുറയ്ക്കു നടത്തുന്ന കള്ളപ്രചാരണങ്ങൾ വിഴുങ്ങിയിട്ടും ഇക്കൂട്ടർക്ക് ചെടിക്കാത്തത് വിസ്മയം തന്നെ. പക്ഷെ അവരാരും പറയാതെ തന്നെ ആ സത്യം ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടു, നിശബ്ദതയുടെ ഘോര ശബ്ദത്തോടെ. അതാകട്ടെ കള്ളം മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അറിയാതെ ജാഗ്രത നഷ്ടപ്പെട്ടതിൻ്റെ ഫലം, അനിവാര്യമായ യാദൃശ്ചികത. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.